ഫ്രാൻസിൽ നിന്നും റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്ന കരാർ ഇന്ത്യ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. അടുത്തതായി ഇന്ത്യ നോട്ടമിട്ടിരിക്കുന്നത് റഷ്യയുടെ Su-57 ആണ്. ഏകദേശം 60 Su-57 വിമാനങ്ങൾ വരെ വാങ്ങുന്നതിനാണ് IAF ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വരാം. ഇപ്പോൾ തന്നെ ഏകദേശം 114 റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ സ്വന്തമാക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് ഇന്ത്യ അടുത്തതായി ഒരു 60 Su-57 കൂടെ സ്വന്തമാക്കാനുള്ള പദ്ധതിയുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു? ഇവിടെയാണ് ഇന്ത്യയുടെ തന്ത്രം എന്ന് പറയുന്നത്. അതായത് വ്യോമ മേധാവിത്വത്തിനായിട്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് ആവശ്യമില്ല. കാരണം വ്യോമ മേധാവിത്വത്തിനായി ഇന്ത്യക്ക് ഇതിനകം തന്നെ റാഫേൽ ഫൈറ്റർ ജെറ്റുകൾ എത്തുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇന്ത്യ Su-57ലേക്ക് കണ്ണു നട്ടിരിക്കുന്നു? ഇന്ത്യക്ക് ഇനി വേണ്ടത് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തമായി തുളച്ചു കയറാനും ഏതെങ്കിലും ഒരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ സംഘർഷത്തിന്റെ ആദ്യ ദിവസം തന്നെ ഉയർന്ന മൂല്യവത്തായ കരലക്ഷ്യങ്ങൾ നശിപ്പിക്കാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ദീർഘദൂര ആഴത്തിലുള്ള സ്ട്രൈക്കറാണ് ഇനി ഇന്ത്യക്ക് വേണ്ടത്. അതായത് റഷ്യയുടെ Su-57 എയർ സുപ്പീരിയോറിറ്റി പതിപ്പല്ല ഇന്ത്യക്ക് വേണ്ടത്, മറിച്ച് മാക് 10 വേഗതയിൽ എത്താൻ കഴിവുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഘടിപ്പിച്ച ഡീപ് സ്ട്രൈക്കറുകളാണ് ഇന്ത്യക്ക് വേണ്ടത്. ഈ സ്ട്രൈക്കർ റോളിന് വേണ്ടിയിട്ടാണ് Su-57 പരിഗണിക്കുന്നത്. ഇന്ത്യയുടെ ഈ കരാർ ഉറപ്പാക്കുന്നതിനായി റഷ്യ ഇപ്പോൾ അടുത്ത തലമുറ സ്ട്രൈക്ക് ആയുധ പാക്കേജ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ Su-57ൽ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് സ്റ്റെൽത്ത് ശേഷിയിലുള്ള സ്ട്രൈക്ക് എയർക്രാഫ്റ്റായി പ്രവർത്തിക്കാനും ശത്രു പ്രദേശത്തിന് ഉള്ളിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ കഴിയും എന്നതുകൊണ്ടാണ്. മറ്റു രാജ്യങ്ങളുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റഷ്യയുടെ ഈ Su-57 സ്റ്റെൽത്ത് വളരെയധികം പരിമിതമാണ്. എന്നാൽ ഇപ്പോൾ IAF ഇതിനെ ഒരു വ്യോമ ആധിപത്യ യുദ്ധവിമാനമായി കണക്കാക്കുന്നില്ല. പകരം ശക്തമായി പ്രതിരോധിച്ച് വ്യോമാതിർത്തിയിലേക്ക് തുളച്ചു കയറാനും സ്റ്റാൻഡ് ഓഫ് ഇന്റേണൽ ബേ ആയുധങ്ങൾ വിന്യസിക്കാനും സുരക്ഷിതമായി മടങ്ങാനും കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ്. ഈ Su-57 യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഇതിന്റെ ആന്തരിക ആയുധ വാഹനം, വർദ്ധിച്ച പേലോഡ്, ദീർഘദൂരം ഭാരമേറിയതും പ്രത്യേകവുമായ സ്ട്രൈക്ക് ആയുധങ്ങൾ സംയോജിപ്പിക്കാനുള്ള കഴിവ് എന്നിവയാണ്. എന്നാൽ ഇവിടെയാണ് റഷ്യ ഇന്ത്യക്ക് അനുയോജ്യമായ രീതിയിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസൃതമായി പൂർണ്ണവും നൂതനമായ സ്ട്രൈക്ക് പാക്കേജ് നൽകിയാൽ മാത്രമേ ഈ കരാർ നടക്കൂ എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഇന്ത്യൻ വ്യോമസേന പറയുന്നത് Su-57 എന്ന് പറയുന്നത് വെറും ഒരു വിമാനം മാത്രമല്ല, പൂർണ്ണമായ ഒരു ആഴത്തിലുള്ള സ്ട്രൈക്ക് സംവിധാനമാണ് ഇതെന്നാണ്. ഈ സ്ട്രൈക്ക് ശേഷം നിലനിർത്താൻ വേണ്ടി റഷ്യ Kh-69 സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതായത് ചതുരാകൃതിയിലുള്ളതും താഴ്ന്ന നിരീക്ഷണ ശേഷിയുള്ളതുമായ ഈ സബ്സോണിക് മിസൈൽ Su-57 ആന്തരിക ആയുധ ബേക്ക് പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ്. ഏകദേശം 400 കിലോമീറ്റർ ദൂരപരിധിയാണ് ഈ മിസൈലിനുള്ളത്. ഇത് വിമാനത്തിന്റെ സ്റ്റെൽത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ കമാൻഡ് സെന്ററുകൾ, ലക്ഷ്യങ്ങൾ, നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ കൃത്യമായി ആക്രമിക്കും. അതേപോലെ തന്നെ ഈ കരാറിലെ ഏറ്റവും നിർണായകമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ Kh-69 പൂർണ്ണ സാങ്കേതിക കൈമാറ്റവും അതേപോലെ തന്നെ ഇത് ഇന്ത്യയിൽ അതിന്റെ നിർമ്മാണവും ഉൾപ്പെടുന്നു എന്നതാണ്. ഈ ആയുധം Su-57 ഉയർന്ന അപകട സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ സുരക്ഷിതമായി നടത്താൻ പ്രാപ്തമാക്കും. ഇതുകൂടാതെ Kh-58U SHKE ആന്റി റേഡിയേഷൻ മിസൈൽ പാക്കേജും ഇതിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മിസൈൽ എന്ന് പറയുന്നത് Su-57 ആന്തരിക ബേക്ക് പ്രത്യേക രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ചൈനയെ പോലുള്ള ചൈനയുടെ ചൈനീസ് HQ-9B ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനത്തിനും അതിന്റെ റഡാർ ശൃംഖലയ്ക്കും എതിരായ ഒരു പ്രതിരോധമായിട്ടാണ് വ്യോമസേന ഇതിനെ കണക്കാക്കുന്നത്. ഈ Su-57 കരാറിലെ ഏറ്റവും വലിയൊരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് റഷ്യയുടെ മിനി കിൻസാൽ മിസൈലാണ്. മാരകമായ കിൻസാൽ മിസൈലിന്റെ ഒരു ചെറിയ പതിപ്പാണ് മിനി കിൻസാൽ മിസൈൽ. ഈ മിസൈലും Su-57 ആന്തരിക ബേയിൽ ഘടിപ്പിക്കാൻ കഴിയും. ഒരു കോമ്പാക്ട് ഹൈപ്പർസോണിക് എയർ ടു സർഫേസ് മിസൈലാണിത്. ഈ മിസൈലിന്റെ വേഗത എന്ന് പറയുന്നത് മാക് 10 ആണ്. കൂടാതെ ഇത് ആദ്യ ദിവസത്തെ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചൈനയുടെ ദീർഘദൂര റഡാറുകളെയും കമാൻഡ് സെന്ററുകളെയും നശിപ്പിക്കുന്നതിനുള്ള ഒരു സിൽവർ ബുള്ളറ്റ് ആയി ഇന്ത്യ ഇതിനെ കാണുന്നു. ഇതേ രീതിയിലുള്ള ഹൈപ്പർസോണിക് ആയുധങ്ങളൊക്കെ തന്നെ റഷ്യ ഇതിനകം തന്നെ Su-57 ഘടിപ്പിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. അതായത് 3mm22 സിർക്കോൺ എയർ ലോഞ്ച്ഡ് ഹൈപ്പർസോണിക് മിസൈൽ ഇതിനകം തന്നെ റഷ്യ ഈ Su-57 ഘടിപ്പിച്ചു കഴിഞ്ഞു. ഇതേ രീതിയിൽ Su-57 ഒരു ദീർഘദൂര സ്ട്രൈക്കറായി രൂപകൽപ്പന ചെയ്ത് സ്വന്തമാക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു അടുത്ത തലമുറ സ്ട്രൈക്ക് ആയുധ പാക്കേജ് റഷ്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ 60 SU-57 കൂടെ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നതോടുകൂടി വ്യോമ മേധാവിത്വം മാത്രമല്ല ഒരു ഡീപ്പ് സ്ട്രൈക്കർ ശേഷി കൂടിയാണ് ഇന്ത്യ നേടുന്നത്. മാക് 10 വേഗതയിൽ ശത്രുവിനെ ഭയപ്പെടുത്താൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. 114 റഫേൽ F4+ യുദ്ധവിമാനങ്ങളും 60 SU-57 ഡിസ്ട്രോയറുകളും സ്വന്തമാക്കി ഇന്ത്യൻ പ്രതിരോധ മേഖല ഒരു വമ്പൻ പ്രതിരോധ ശക്തിയായി തന്നെ മാറാൻ പോവുകയാണ്. ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.